സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വർക്കബിൾ ആയിട്ടുള്ള സെൽഫ് ഡിഫെൻസ് ടെക്നിക്സിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ ഒരു പ്രോപ്പർ പഞ്ച് എങ്ങനെ ത്രോ ചെയ്യാം, സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അത് വർക്കബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാം. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ഇഷ്യൂ ആണ് സെൽഫ് ഡിഫെൻസിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ തള്ളിയിടാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തള്ളിയിടേണ്ട ഒരു ആവശ്യം വന്നു, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഒരു നോർമൽ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൈവ് ചെയ്തൊക്കെ പോവാം. നിങ്ങൾ അതുപോലെയുള്ള ഇഷ്ടംപോലെ സെൽഫ് ഡിഫെൻസ് ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടാണ്. ഒരാളെ തള്ളിയിടുന്നു, ഒരാളുടെ മേളിൽ കൂടെ വീഴുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങളൊരു പ്രോപ്പർ സിവിൽ ഡ്രസ്സിൽ ഒരു ടാറിട്ട റോഡിലാണ് നിങ്ങൾക്കിത് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നിങ്ങളെ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒഫൻഡറിനെ ഹേർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം വരുന്നത് അല്ലേ. അപ്പോൾ അതിലും ടെക്നിക്കലി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിക്കുക, അജീഷും ശ്രീനാഥും. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർ ടേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരാളെ തള്ളിയിടുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തല ആ പോർഷനിൽ വെച്ചിട്ടല്ല, നമ്മുടെ ഹിപ്പ് ലെവലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കോറൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവണം. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കൗട്ട് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർ മാർഷലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താലും മതി. അതല്ല എങ്കിൽ ജിമ്മിലെങ്ങാനും പോവുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരാളുടെ ആവറേജ് വെയിറ്റ് ഒരു 70 to 90 നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ 70 to 90 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നതാണ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, പക്ഷേ ടെക്നിക്കലി കറക്റ്റ് ആണെങ്കിൽ 90 അല്ല, അതിന് മേളിലോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടേക്ക് ഡൗൺ ആണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ടേക്ക് ഡൗൺ ഒരു ഹിപ്പ് ലെവലിൽ വരുന്ന ഒരു അറ്റാക്കാണ് എന്നുള്ള ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഡെമോൺസ്ട്രേഷൻ കാണാം. നമ്മൾ ഈ ടെക്നിക്കിൻ്റെ ബ്രേക്ക് ഡൗൺ ഇപ്പോൾ നോക്കുകയാണ്. അപ്പോൾ ശ്രീനാഥ് അജീഷിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബേസിക്കലി ഒരു പഞ്ച് വെച്ചിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ച് ചെയ്ത് നിൽക്കുക, അതാണ് ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ അജീഷ് ചെയ്തത് ഒരു സ്ലിപ്പാണ്. ആ പഞ്ചിൻ്റെ കയ്യിൽ നിന്ന് പഞ്ചിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് ഒന്ന് മാറി എന്നുള്ളതാണ്. പക്ഷേ അതിനെ സ്ലിപ്പ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹീസ് ഷൂട്ടിങ് ഹിംസെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷ് നിന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്ത് നമ്മുടെ ശ്രീനാഥിൻ്റെ ഹിപ്പിലേക്ക് പോവുകയാണ്. സോ ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഈ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അജീഷിൻ്റെ തല വെളിയിലാണ്. അപ്പോൾ ഇവിടെ വേറെ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഓക്കെ, അകത്തുനിന്ന് കൈയെടുത്ത് ഫേസിൽ പിടിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അജീഷിൻ്റെ ഫുൾ ബോഡി വെയിറ്റ് ഇപ്പോൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥിൻ്റെ ഹിപ്പിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഹിപ്പിലേക്ക് തള്ളിയാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥിനെ ഔട്ട് ഓഫ് ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. ശ്രീനാഥ് ഒരു 70 kg ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നോർമൽ ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണ്. പക്ഷേ 70 kg ആണെങ്കിലും അദ്ദേഹം ഒരു അഗ്രസീവ് സിറ്റുവേഷനിൽ നിൽക്കാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ബോഡി വെയിറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ റെസിസ്റ്റൻസ് എല്ലാം കൂടെ വരും. അപ്പം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ 70 kg അല്ല ഫൈറ്റ് ചെയ്യുന്നത്, ഒരു 120 kg ആണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു 120 kg അൺബാലൻസ് ചെയ്യുകയാണ്. അൺബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അജീഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് ഹിം ക്ലോസർ ടു ഹിസ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തങ്ങ് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബോഡി വെയിറ്റ് ഫുള്ള് അങ്ങോട്ടായി. നമ്മൾ നേരത്തെ ബോക്സിംഗ് ടെക്നിക്സിലൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കണക്ക് തല എങ്ങോട്ട് പോകുമോ അങ്ങോട്ടേ ബോഡി വെയിറ്റും പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് നൗ ലീനിങ് ടുവേർഡ്സ് അജീഷ്. ഇനി അജീഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അജീഷിൻ്റെ തല പ്രൊട്ടക്ട് ചെയ്ത് വീഴണം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഷോൾഡർ ബോഡി വെയിറ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് തല തറയിൽ തൊടാതെയാണ് അജീഷ് ഇപ്പോൾ റോൾ ചെയ്യാൻ പോകുന്നത്. സി, ഇത് നിങ്ങൾക്ക് ഏതൊരു ഹാർഡ് സർഫസിലും ചെയ്യാം. കാണുമ്പോൾ തോന്നുന്നത് ഓക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്, അതിൻ്റെതായിട്ടുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സ്മൂത്ത് ആസ് ബട്ടർ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റും ഓൺ എനി ഹാർഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഡെമോൺസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ശ്രീനാഥ് അഗ്രസീവായിട്ട് വരുന്നു, ഒരു പഞ്ച് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, ബ്രിങ്ങിങ് ക്ലോസർ ടു ദ ബോഡി, ടേക്ക് ഡൗൺ, എന്നിട്ട് റോൾ. ആ ബോഡി വെയിറ്റ് ഫുള്ള് ശ്രീനാഥിൻ്റെ മുകളിലാണ്. ഓക്കെ, അജീഷിൻ്റെ ഒരു ബോഡി പാർട്ടും തറയിൽ തൊടുന്നില്ല. അല്ലെങ്കിൽ തൊടുവാണെങ്കിൽ തന്നെ അതൊരു 5% കോൺടാക്ട് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഓൺ ഡെമോൺസ്ട്രേഷൻ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ടേക്ക് ഡൗൺ കഴിഞ്ഞു, നിങ്ങൾ തറയിൽ കിടക്കുവാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ ആണോ, കൂടുതൽ ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് എസ്കേപ്പ്, റൺ. അതാണ് ബേസിക് സെൽഫ് ഡിഫെൻസ്. ഓക്കെ, സ്പന്ദനത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും ഷെയർ ചെയ്തതും പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പഞ്ച് എഫക്റ്റീവായിട്ടും പവർ പാക്ഡ് ആയിട്ടും കൊടുക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്.
ഓക്കെ, സ്പന്ദനത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഒരു ടേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരാളെ ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ തള്ളിയിടാം, നമുക്ക് ഇതൊന്നും പറ്റാതെ, നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവും പറ്റാതെ, ശാരീരികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എങ്ങനെ ഒരാളെ തള്ളിയിടാം ഏതൊരു ഹാർഡ് സർഫസിലും, എന്ത് ഫിസിക്കൽ നിങ്ങളുടെ ആട്രിബ്യൂട്ട്സിലോ അല്ലെങ്കിൽ ഒരു എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. നമസ്കാരം. അമൃത TV-യുടെ സ്പന്ദനം എന്ന പ്രോഗ്രാമിലേക്ക് ഒരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. പ്രശ്നങ്ങളുണ്ടാക്കുന്ന അസുഖങ്ങൾ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്ക് ഗ്യാസ് ട്രബിളിനെ പറ്റി സംസാരിക്കാം. ഗ്യാസ് ട്രബിള് വലിയൊരു പ്രശ്നമാണ്. ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ വയർ കമ്പിച്ചിരിക്കുക, ഏമ്പക്കം വരിക, അതോ വായു ഫ്ലാറ്റസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഭയങ്കര ഇറിറ്റേഷനുള്ള സംഭവമാണ്. കൂടുതൽ കഴിക്കാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഗ്യാസ് ട്രബിൾ പെട്ടെന്ന് ഒരു ദിവസം തുടങ്ങുന്ന സാധനമല്ല. കുറച്ച് ദിവസം കൊണ്ട് ഗ്രാജുവലി നമ്മൾ വയറ് ഇങ്ങനെ ചീത്തയായി പല കാരണങ്ങളുണ്ട് പറയാം, ആണ് നമ്മൾ ഗ്യാസ് ട്രബിൾ ഇങ്ങനെ കൂടി വരുന്നത്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയാൻ നമുക്ക് ഈ ഗ്യാസ് ട്രബിളിൻ്റെ ഒരു ഫസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടണമെങ്കിൽ കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കണം. കാരണം നമുക്കൊരു പാവലോസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മൾ പട്ടിക്കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബെല്ല് വെച്ചിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ടൈം ബെല്ല് കേൾക്കുന്ന സമയത്ത്, അതിന് ആഹാരം കിട്ടുന്ന സമയത്ത് അതിൻ്റെ വയറിനകത്ത് വരുന്ന നമ്മുടെ ലിക്വിഡ്, ദഹിപ്പിക്കാനുള്ള ലിക്വിഡ്സൊക്കെ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഈ ലിക്വിഡ്സ് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വയറ് തന്നെ കേടാക്കും. അപ്പോൾ അതാണ് ആദ്യം. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കൃത്യസമയത്തിന് കുറച്ചെങ്കിലും മതി ആഹാരം കൃത്യമായിട്ട് കഴിക്കണം, എന്നാലേ ഈ ദഹനം ശരിക്ക് കറക്റ്റായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അധികം അപ്പം ഗ്യാസ് ട്രബിൾ അപ്പം ചെയ്യാനുള്ള ആദ്യം കറക്റ്റായിട്ട് രാവിലെ ഒരു നേരം ആഹാരം കഴിക്കുക. അത് നോർമലി ഇപ്പം നമ്മൾ ഇപ്പോൾ 2 ദോശയും ഒരു ചായയും അല്ലെങ്കിൽ ഒരു അങ്ങനെ ചായ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് കറി അത് കഴിക്കുക. പിന്നെ ഒരു 12 അല്ലെങ്കിൽ 12:30 ആകുമ്പോഴത്തേക്ക് ഇതേപോലെ ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോട്ടീൻ, അതുപോലെ തന്നെ ഗ്ലൂക്കോസ്, നമ്മുടെ കറക്റ്റ് ചോറ്, അതുപോലെ തന്നെ മിനറൽസ് എല്ലാം കിട്ടുന്നത് നോക്കി വേണം കഴിക്കാൻ. എപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ നല്ല ടെക്നിക്ക്. കാരണം ഒരു സാധനം കുറഞ്ഞാലും കൊള്ളില്ല, ബോഡിക്ക് കേടാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ ഈ പ്രോട്ടീൻ കറക്റ്റായി ചെന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് ഡൈജസ്റ്റീവ് ജ്യൂസുകൾ ഉണ്ടാക്കാനും പറ്റുള്ളൂ ദേഹത്തിന്. അപ്പം അതും കറക്റ്റ് നോക്കി വേണം കഴിക്കാൻ. ചോറ് കറക്റ്റ് അളവിന് കഴിക്കുക, പ്രോട്ടീൻ കഴിക്കുക, അതായത് ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെയൊക്കെ, പിന്നെ മലക്കറികൾ കഴിക്കുക, ഫൈബർ കിട്ടുന്ന സാധനങ്ങൾ, മിനറൽസ് കിട്ടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് അളവിന് കഴിച്ചാൽ ഷുഗർ നിർത്താൻ പാടില്ല. ഷുഗർ കറക്റ്റ് ചെന്നില്ലെങ്കിൽ ബോഡി മെറ്റബോളൈസേഷൻ ആകെപ്പാടെ ഒരുമാതിരിയാവും, പ്രശ്നമാവും. അതുപോലെ വൈകിട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ടീ അല്ലെങ്കിൽ കോഫി, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പാടം. ഈ കഴിയുന്നതും ഈ എണ്ണയെ പൊരിച്ച സാധനങ്ങൾ, പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മുടെ വയർ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള ഓയിലിൽ, കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് പ്യുവർ, അത് റീസൈക്കിൾഡ് അല്ലാത്ത സാധനം നോക്കി അങ്ങനത്തെ ഒരു വടയോ വല്ലതും കഴിക്കാവും. അപ്പോൾ അത് പിന്നെ രാത്രി നമ്മളൊരു 7 മണിക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. 7 കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ 7 മണി 7:30 ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ ഈ ഒരു സൈക്കിൾ ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് ആ സമയത്ത് വരുമ്പോഴും ഗ്യാസ് ട്രബിളിന് കുറവ് വരും. അപ്പോൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ എരിവ് കഴിക്കുക, കൂടുതൽ പുളിപ്പുള്ളത് കഴിക്കുക, അതുപോലെ തന്നെ ഈ പ്രിസർവേറ്റീവ്സ് കൂടുതൽ ചേർന്ന സാധനങ്ങൾ കഴിക്കുക, ഭയങ്കര മധുരമുള്ളത് കഴിക്കുക. ഇതെല്ലാം ഗ്യാസ് ട്രബിൾ കൂട്ടും. അതെപ്പോഴും നിങ്ങൾ ആലോചിച്ചോളാം. അതൊരു ആഹാരം കഴിച്ചിട്ട് കുറച്ച് വെള്ളം, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോഴപ്പോഴായിട്ട് ഒരു മണിക്കൂർ ഇടവിട്ട് ഒരു ഗ്ലാസ്, 1/2 ഗ്ലാസ് ഇതും കുടിച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. ഫുഡ് കഴിഞ്ഞിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുടം തന്നെ വെള്ളം ഒരു 1/2 ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ ടൈം ഗ്യാപ്പ് കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല എരിവുള്ളത്, എണ്ണമയമുള്ളത്, പിന്നെ ചില ഫുഡുകൾ നമുക്ക് ദഹിക്കാൻ ശേഷി കാണില്ല. അത് കഴിച്ചാൽ നമുക്ക് എപ്പോഴും ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കാരണം ചിലപ്പോൾ പാല് കൂടുതൽ കഴിച്ചാൽ പാല് ദഹിക്കാൻ, അതായത് നമുക്ക് വയറിനകത്ത് ആൻറ്റിബയോട്ടിക് എല്ലാം അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചവരും അല്ലാത്തവർക്കും ദഹനം അതിങ്ങനെ ദഹിക്കാതെ ഒരുമാതിരിയാവും. അതുടനെ ആകെപ്പാടെ ഇങ്ങനെ ട്രംബിളിങ്, നമ്മുടെ വയറിൽ കുളുകുളാസം ഇതൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് പാലും ശ്രദ്ധിച്ചോളണം. തൈര് പിന്നെയും കുഴപ്പമില്ല, തൈര് മോരാക്കി കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ ആഹാരത്തിൻ്റെ ക്വാണ്ടിറ്റി, കറക്റ്റ് സമയം, ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് മലബന്ധം കറക്റ്റ് ചെയ്യാനും നല്ല സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ആൻറ്റാസിഡ് ഒന്നും കഴിക്കാനേ പാടില്ല. ആൻറ്റാസിഡൊക്കെ അത്യാവശ്യം തോന്നുമ്പോഴേ നമുക്ക് അസിഡിറ്റി കൺട്രോളർ എന്ന് പറഞ്ഞാൽ ആൻറ്റാസിഡ് കഴിക്കുക. ആൻറ്റാസിഡ് കൂടുതൽ കഴിച്ചാൽ പിന്നെ അത് ഏക്കുമില്ല,
ഒരു പ്രയോജനമില്ല, ഗ്യാസ് ട്രബിൾ മാറുകയില്ല. അതുപോലെയാണ് ഈ മലബന്ധത്തിന് മലം ലൂസാക്കി പോകുന്ന മരുന്നുകൾ കഴിക്കാനേ പാടില്ല. കഴിച്ചാൽ ഇരട്ടി മലബന്ധം പിന്നെയും വരും. അത് കാരണം അതൊന്നും റെക്ടിഫൈ ആവുന്നില്ല. ഫുഡ് ദഹിച്ച് ഡൈജസ്റ്റ് ചെയ്ത് മലമായി കറക്റ്റായിട്ട് പോകുന്നത് വരെ ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് വരാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് പ്രാഥമികമായിട്ട് ഈ ഗ്യാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനുള്ളത്. പിന്നെ അപ്പോൾ ഇതിന് നമുക്ക് ഇതുപോലെ ഹോമിയോയിൽ തന്നെ ബയോസോൾസ് എന്ന് പറഞ്ഞാൽ ബയോകെമിക്കൽ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നേട്രം ഫോസ്, നേട്രം സൾഫ് എന്നൊക്കെ പറയുന്ന സോഡിയം സൾഫേറ്റ് അതായത് നമ്മുടെ ബിലിറൂബിൻ്റെ കണ്ടൻറ്റുകളാണ് ഇതൊക്കെ. ബൈല് വരുന്നതനുസരിച്ചാണ് ദഹനം വരുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോകെമിക് സോൾട്ടുകളുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയി കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ നല്ല രീതിയിൽ കുറയും. വയറ് പെരുകിയിരിക്കുക, ശ്വാസം മുട്ടൽ പോലെ തോന്നുക, ഏമ്പക്കം പോവുക, മലദ്വാരത്തിലൂടെ മറ്റേ ഫ്ലാറ്റസ് പോവുക, അങ്ങനെ അതെല്ലാം നന്നായിട്ട് കുറയും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് 4 ഗുളിക വീതം ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സോൾട്ട് വരുന്നതിന് നല്ല കറക്റ്റ് ചെയ്യും. ഗ്യാസ് വരും. അതുകൊണ്ട് തന്നെ ഡൈജഷൻ നല്ല രീതിയിലാവും. നിങ്ങളുടെ വിശപ്പ് കൂടാതെയും വിശപ്പ് കുറയ്ക്കാതെയും നോർമലാക്കിയിരിക്കാനും നല്ല രീതിയിൽ സഹായിക്കും. അങ്ങനെയാണ് അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പരിഹാരം. അപ്പോൾ ഇതേപോലെ ഗ്യാസ് ട്രബിൾ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ തോന്നും. നെഞ്ചരിച്ചിൽ ഇവിടെ നല്ല ബേണിങ് സെൻസേഷൻ, ഹാർട്ട് ബേൺ തോന്നും. അപ്പോൾ ഇതിനൊരു ഈ പറഞ്ഞതുപോലെ മുളക്, എരിവ് വലിയ പ്രശ്നമാണ്. എരിവ് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എരിവ് പലപ്പോഴും നമ്മുടെ വയറിൽ അബ്സോർബ് ചെയ്യാതെ മലദ്വാരം വരെ എരിവ് പോകും. അവിടെ കെട്ടി നിന്നിട്ട് അത് പൊള്ളും. പലപ്പോഴും ഇൻറ്റേർണൽ പൈൽസിൻ്റെ പാരമ്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈൽസിന്. പക്ഷേ പലപ്പോഴും പൈൽസ് കൂടാൻ ഒരു പ്രധാന കാരണം എരിവ് തിന്നുന്നതാണ്. എരിവ് ഇങ്ങനെ നമ്മൾ ദഹിച്ച് ഇവിടെ വഴി ഒന്നും അബ്സോർബ് ചെയ്യാതെ ഇവിടെ എല്ലാം എരിച്ചിലുണ്ടാക്കും. താഴെ മലദ്വാരത്ത് നിന്ന് ഇത് കെട്ടി നിൽക്കുമ്പോൾ അവിടെ എല്ലാം പൊള്ളുമ്പോൾ പൈൽസ് കൂടും. പൈൽസ് കൂടും, രക്തം പോവും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എരിവ് നോർമൽ എരിവേ കഴിക്കാവൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വായു വെച്ചാൽ ഇങ്ങനെ ആക്കൂല, അത്രയും എരിവ് കഴിക്കാൻ പാടില്ല. അതിന് താഴോട്ടുള്ള എരിവേ കഴിക്കാവൂ. എരിവ് കൂടുതൽ കഴിക്കും തോറും അസിഡിറ്റിയും കൂടും, നെഞ്ചരിച്ചിൽ കൂടും, ഗ്യാസ് ട്രബിൾ കൂടും. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി മലദ്വാരത്തിലും പൈൽസും കൂടും. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് എരിവ് കൺട്രോൾ ചെയ്ത് മീഡിയം ലെവലിൽ കഴിക്കുക. ഇപ്പോൾ ചിലർ പറയും കുരുമുളക് അങ്ങനെയൊന്നുമില്ല. കുരുമുളകാണെങ്കിൽ ഏത് ആസിഡാണെങ്കിലും നോർമൽ അളവിന് ചെല്ലാവും. നോർമൽ അളവിന് എരിവ് നല്ലതാണ്. അതുപോലെ എരിവിനെ ഇപ്പോൾ മുളകിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത്. മഞ്ഞളിനകത്ത് ആക്ച്വലി എരിവുണ്ട്, പക്ഷേ അത് വേറൊരു ആസിഡാണ്. ടർമറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു ആസിഡാണ്. അതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് പുളിയിടും. അപ്പോൾ ഈ മൂന്നും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഉള്ള ഗുണം പറഞ്ഞാൽ ഈ ആസിഡ് പല ആസിഡ് ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് വേറൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സാധനമേ കഴിക്കാവൂ. പ്ലെയിനായിട്ട് മുളക് മാത്രം കൂടുതലുള്ളത് കഴിക്കാതെ മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ പുളിയും കൂടെ ആകുമ്പോൾ 3 ആസിഡ് കൂടെ വരുമ്പോൾ പുളിപ്പിൻ്റെ അംശം കൂടുന്തോറും ആസിഡിറ്റി ഇത്തിരി കൂടെ കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ എരിവ് കൂടുതൽ കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂടും, ഗ്യാസ് ട്രബിൾ കൂടും, വയറിൻ്റെ ഇറിറ്റേഷൻ കൂടെ ഇല്ല. ഇത് ചെയ്യുമ്പോൾ ഇപ്പം ബീഫൊക്കെ നമ്മൾ ആദ്യം അതുപോലെ തന്നെ നമ്മൾ ചിക്കനിലൊക്കെ ഭയങ്കര എരിവിട്ട് കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പലയിടത്തും എരിവ് അങ്ങനെ വളരെ കൺട്രോൾ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ചെയ്ത് ആദ്യം രസം തോന്നും, പക്ഷേ വയറ് മൊത്തം കുളമായി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വയറ് പൊള്ളിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ മുളക് കൂടുതൽ എരിവ് കൂടുതൽ കഴിച്ച് വയറ് പൊള്ളിയെന്ന് വിചാരിക്കുക. അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസമൊന്നും അത് ആ പൊള്ളൽ പോവില്ല. ചാറിങ് എന്ന് പറയും. ആ ചാറിങ് അതവിടെ നിൽക്കും, അത് കരിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനിടയ്ക്ക് തന്നെ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ പിന്നെ ഇത് കഴിക്കും, പിന്നെയും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് എരിവ് കഴിക്കാൻ പാടില്ല, വിശന്നിരിക്കാൻ പാടില്ല, കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കണം. അതുപോലെ പല ആഹാര സാധനങ്ങളിൽ മായം ചേർത്ത് വരുന്ന ആഹാര സാധനങ്ങളുണ്ട്. മീനിനകത്തൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോർമാലിൻ ഒഴിക്കും. എല്ലാവരും ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ വയറിന് ഭയങ്കര ഇറിറ്റേഷനാണ്. ഫോർമാലിൻ കൊള്ളൂല, കേടാണ്. അപ്പോൾ അത് ഐസിലിട്ടത് കുഴപ്പമില്ല, ചീത്ത. അപ്പോൾ നമ്മൾ ഫുഡിൽ അഡൾട്ടറേറ്റ് ഫുഡ് എന്ന് പറയുന്ന എല്ലാ സാധനം ചെയ്താലും ഗ്യാസ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തിന്നുകയും ചെയ്യും. അപ്പോഴാണ് ഗ്യാസ് ട്രബിൾ മാറാതെ നിൽക്കും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഈ നമ്മൾ ഈ കിടന്ന് ഉറങ്ങുമ്പോഴും ആക്ച്വലി കമന്ന് കിടന്നിട്ട് 2 തലയണ വെച്ച് ഉറങ്ങുന്നതാണ് ഗ്യാസ് ട്രബിളിന് നല്ലത്. കാരണം പറഞ്ഞുതരാം. അപ്പോൾ പലരും ചോദിക്കുക അതെന്താണ്. നമുക്ക് കമന്ന് കിടന്നിട്ട് നെറ്റിയിലൊരു തലയണ വയ്ക്കുക, ചെസ്റ്റിലൊരു തലയണ വയ്ക്കുക, എന്നിട്ട് മുഖം ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ അത് മുഖം ഓപ്പണായിട്ട് 2 കൈയും എടുത്ത് ഈ 2 തലയണയുടെ ഇടയിൽ വയ്ക്കണം. അപ്പോൾ വയറ് ഇവിടെ സപ്പോർട്ട് കൊടുക്കും, വയറ് ഇച്ചിരി ലൂസായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതിന് ഡൈജഷൻ ശരിക്കും കറക്റ്റായിട്ട് നടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ മലന്ന് കിടക്കുകയോ കമന്ന് കിടക്കുകയോ ചെയ്യുമ്പോൾ ഈ വയറിലുള്ള കൊഴുപ്പോടുകൂടി വയറ് കൊണ്ട് ഇറുകുമ്പോൾ അതിൻ്റെ ഡൈജഷൻ ശരിക്കും ഡാമേജ് ഉണ്ടാവും. ഡൈജഷൻ ഡാമേജ് കഴിഞ്ഞാൽ പുളിച്ചു പോകും, ആഹാരം പുളിക്കും. പുളിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടി വരും. അപ്പം
അപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുഡ് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ഫുഡുകളുണ്ട്, ചിലർക്ക് ദഹിക്കത്തില്ല, ചില സാധനങ്ങളൊന്നും ദഹിക്കാതെ, ഇപ്പോൾ ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് നമ്മൾ നോക്കണം, അത് ദഹിക്കുന്നില്ലേന്ന് നോക്കണം, എന്നിട്ടേ അത് കഴിക്കാവൂ. അല്ലെങ്കിൽ അത് വളരെ സോഫ്റ്റാക്കി, അതായത് അടിച്ച് ജ്യൂസാക്കി, എന്നാൽ അത് കുറച്ചേ കഴിക്കാവൂ. പിന്നെ ചിലർക്ക് അലർജിയുള്ള ഫുഡുകളുണ്ട്, അത് കഴിച്ചാലും ശരിക്കും ഗ്യാസ് കൂടും. അത് നമുക്ക് നമ്മുടെ ട്രയലിൽ നിന്ന് അത് മനസ്സിലാവുള്ളൂ. ചിലർക്ക് ഇന്ന സാധനം ഇപ്പം പാലിൻ്റെ അതുപോലെ തന്നെ ചിലപ്പം വേയ്ക്ക് അലർജി വരും, അതുപോലെ തന്നെ ലാക്ടോസിന് അലർജി വരും, ലാക്ടോസ് ഇൻടോളറൻസ് ഗോതമ്പിന് അലർജി വരാറുണ്ട് ചിലർക്ക്, റെയറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ടോളറൻസ് ഇല്ലാത്ത സാധനം മാറ്റി കഴിക്കുകയോ വേറെ മാറ്റി കഴിക്കുകയോ ചെയ്യണം. അതെല്ലാം ഗ്യാസ്ട്രബിൾ മാറാതെ നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ കുഴപ്പമൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിച്ചുകൊണ്ടിരുന്നാൽ ഗ്യാസ്ട്രബിൾ മാറുകയില്ല. അപ്പോൾ ഈ പൊസിഷനിൽ നമ്മൾ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത് 2-3 ഗുണമുണ്ട്. ഈ ബാക്കിൽ ഇവിടുത്തെ ഈ കഴുത്ത് വേദന നല്ല കുറയ്ക്കാനും, ഇവിടുത്തെ ഈ നമ്മുടെ ഡിസ്കിൻ്റെ തേയ്മാനം വന്നിട്ട് കംപ്രഷൻ വന്നിട്ട് കൈവേദന അതിനെല്ലാം നല്ല മാറ്റം വരും അങ്ങനെ ചെയ്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്തെങ്കിലും അത് നമുക്ക് വേറൊരു എപ്പിസോഡിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും ബാക്ക് പെയിൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന ഡിസ്കിൻ്റെയൊക്കെ തേയ്മാനത്തിൻ്റെ കാര്യമൊക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് ട്രബിളിൻ്റെ കാര്യം പറയുന്നത്, ഗ്യാസ് ട്രബിളിന് ഇതുപോലെയാണ്. വയറിങ്ങനെ മലന്ന് കിടന്നാൽ ഇതിങ്ങനെ പോയി അമർന്നിട്ട് ഇതിൻ്റെ ദഹനം കുറയ്ക്കും. അത് പ്രശ്നമാണ്. ഉടനെ അത് പുളിച്ചിട്ട് പിന്നെ ഒരു സൈഡ് കഴിഞ്ഞ് കിടന്നാലും ഈ പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ ഈ വണ്ണം കൂടുമ്പോഴത്തേക്കും ആദ്യമേ നോക്കി ഈ കൊഴുപ്പ് ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7-10 കിലോ വരെ വയറിൽ കൊഴുപ്പ് മാത്രം കാണും. അത് ഈ ഫുള്ള് ചുമക്കിൻ്റെ പുറത്ത്, അതായത് ദഹിക്കുന്ന ചുമക്കിൻ്റെ പുറത്ത് വയറിൻ്റെ പുറത്ത് അമക്കുക കഴിയുമ്പോൾ ദഹനം ശരിക്കും ഡാമേജ് വരും, പിന്നെയും ഗ്യാസ് ട്രബിൾ കൂടും. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, അതായത് കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക, എരിവും പുളിയും ഭയങ്കര കൂടുതലുള്ള കഴിക്കാതിരിക്കുക, വിശന്നേ ഇരിക്കരുത്. അതുപോലെ തന്നെ വയറിളക്കാനുള്ള മരുന്നുകളോ ഈ ആൻറ്റാസിഡ്സോ കഴിക്കാതെ ഇരിക്കുക, കഴിയുന്നത്ര കഴിക്കാതിരിക്കുക, എന്നാൽ പിന്നെ ഡാമേജ് വരും. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോഴും ഇതേപോലെയാണ്. നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കും, പാല് ദഹിക്കുന്ന ഒരു സാധനം വയറിനകത്ത് തന്നെ ഒരു ബാക്ടീരിയ ഉണ്ട്, അത് ചത്തുപോകും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ. അപ്പോൾ പാല് കഴിച്ചാൽ പാൽ ഒട്ടും ദഹിക്കില്ല, അപ്പോൾ ഗ്യാസ് ട്രബിൾ ഇരട്ടിയാവും. അപ്പോൾ ആ സമയത്ത് പാല് കഴിക്കാതിരിക്കുക, പാലിന് അലർജി ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക, അലർജിയുള്ള ആഹാരം കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോമിയോയിൽ തന്നെ നമുക്ക് ഈ ബയോകെമിക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് 2-3 ടൈപ്പ് ഉണ്ട്. അത് കഴിച്ചുകൊണ്ടിരുന്നത് നന്നായിട്ട് നല്ല രീതിയിൽ ഗ്യാസ് ട്രബിൾ കുറയും, ഏമ്പക്കം പോകുന്ന കുറയും. അതുപോലെ ദഹനവും നല്ല രീതിയിലാവും. അതുപോലെ ഓവർ വെയിറ്റ് വയ്ക്കാതിരിക്കാനും ശ്രമിക്കുക. അതുപോലെ നല്ല സ്ട്രോങ് എരിവ്, സ്ട്രോങ് പുളിപ്പ്, ഭയങ്കര മധുരം, അതുപോലെ കെമിക്കൽസ് ചേർന്ന ഫുഡ്, ഇതെല്ലാം ശ്രദ്ധിച്ചോളണം. അതുപോലെ ഈ പച്ചയായ സാധനങ്ങളൊക്കെ നമ്മൾ നല്ലതാണെന്ന് തോന്നും, പക്ഷേ ചിലർക്ക് പച്ചയായ സാധനങ്ങളൊന്നും ദഹിക്കില്ല, അവർക്കും ഗ്യാസ് ട്രബിൾ ഭയങ്കരമായിട്ടുള്ളൂ. അതുകൊണ്ട് സാലഡ്സൊക്കെ ഒന്ന് വേവിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മയം വരുത്തിയിട്ട് കഴിക്കാവൂ, എന്നാലേ അത് കൊള്ളാവും. അതുപോലെ എണ്ണമയവും കൂടിയാൽ കൊള്ളില്ല, ഭയങ്കര എണ്ണമയം ശരിക്കും ഗ്യാസ് കൂടും. നെയ്യും ഇങ്ങനെയാണ്, ആവശ്യത്തിൽ കൂടുതൽ. ഇപ്പം പായസം കഴിച്ചപ്പോൾ നമ്മൾ സദ്യ കഴിഞ്ഞ് പായസം കഴിച്ച് നമുക്ക് ഉടനെ ഉറക്കം വരുന്നതിൻ്റെ പ്രധാന റീസൺ വയറ് മൊത്തം അങ്ങ് സ്ലോ ഡൗൺ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിമധുരവും അതുപോലെ കൂടുതൽ പായസത്തിൻ്റെ മധുരവും ചില ഈ നെയ്യുടെ ഇതെല്ലാം നോർമലി മിതമായ രീതിയിൽ കുറച്ചേ കഴിക്കാവും. അതുപോലെ നോർമൽ എക്സസൈസുകളും നോർമൽ നടക്കുക അങ്ങനത്തെയൊക്കെ നല്ലതാണ്. എക്സസൈസും കൂടിയാൽ കൊള്ളില്ല. അതുപോലെ നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷൻ എപ്പോഴും ഈ ബാക്ക് വശം ഇങ്ങനെ നട്ടൽ നൂത്തേ ഇരിക്കാവും. അല്ല നമ്മളിങ്ങനെ വളഞ്ഞു കുത്തി കിടന്നാൽ ഈ വയറിങ്ങനെ മടങ്ങുമ്പോൾ പിന്നെയും നമ്മുടെ ഡൈജഷൻ ഭയങ്കരമായിട്ട് കുറയുമ്പോൾ പിന്നെയും ഗ്യാസ് ട്രബിൾ ശരിക്കും നല്ലതുപോലെ കൂടും. അതുപോലെ തന്നെ ഈ പുളിച്ചു കേട്ടലിനും ഇതുപോലെ പിന്നെ ഹയറ്റസ് ഹെർണിയ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് എപ്പോഴും പുളിച്ചു കേട്ടും ഗ്യാസ് ട്രബിൾ വരും. അത് പക്ഷേ നമ്മൾ പിന്നെ അത് നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ അത് വലുതാണെങ്കിൽ സർജറി ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ട്രബിൾ കുറയും. പിന്നെ ലിവർ ഫങ്ഷന് തകരാറ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ലിവറിനകത്ത് ഗ്യാൽ സ്റ്റോൺ, ഇവിടെ കല്ല് വരും, നമുക്ക് സാധാരണ കിഡ്നി സ്റ്റോൺ പോലെ ഗ്യാൽ സ്റ്റോൺ വരും. അത് കൂടിയാലും നമുക്ക് എപ്പോഴും അസിഡിറ്റി കൂടും. കാരണം അവിടെ ഈ നമ്മൾ ഈ ലിവറിൽ നിന്ന് കടലിൽ നിന്ന് വരുന്ന ആ ഫ്ലൂയിഡ്സും കൂടുതൽ വയറിലോട്ടം കൊണ്ട് തള്ളുമ്പോൾ അത് പെട്ടെന്ന് ഒരുമാതിരിയായി പുളിച്ചിട്ട് പിന്നെയും ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ ഗ്യാൽ സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കണം. ഉള്ളവർക്ക് മാറാതെ ഇത് നിൽക്കുന്നതാണ്, ഈ ഗ്യാസ് ട്രബിൾ നല്ലതുപോലെ നിൽക്കുന്നതാണ്. അതുപോലെ ലിക്കറ് കൊള്ളൂല. ലിക്കർ ഏത് രീതിയിലുള്ള ലിക്കറും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നോർമലി ഇല്ല കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ കുറച്ചളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലിവറിലോ നമ്മൾ ഈ കഴിക്കുന്ന ലിവർ ഇപ്പോൾ 60 ml ആണെങ്കിലും 120 ml ആണെങ്കിലും എത്ര കഴിച്ചാലും ലിവറിൽ ചെന്നിട്ട് അതവിടെ കെട്ടി നിൽക്കും. പിന്നെ അതിനകത്ത് ബാക്കി സ്പേസ് ഇല്ല സാധനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് വരുന്ന ജ്യൂസുകളുടെയും കാര്യങ്ങളുടെയും എല്ലാം ഗ്ലൂക്കോസ് അവിടെയാണ് ഗ്ലൂക്കോസ് സൂക്ഷിച്ച് വയ്ക്കുന്നത് കരളിനകത്ത്. അപ്പോൾ അതെല്ലാം ഡാമേജ് വരും. അതോടുകൂടി നിങ്ങളുടെ ഡൈജഷൻ
മൊത്തം ധാരാളമാവും. അപ്പം ഈ ആക്ച്വലി നമ്മൾ ലിക്കർ കഴിക്കാതിരുന്നാൽ ഏറ്റവും നല്ലത്. കഴിക്കുന്നെങ്കിൽ വളരെ കൺട്രോൾഡായിട്ട് അങ്ങനെ വേണം കഴിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസ് ട്രബിൾ മാറുകയില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എരിവും കൂടുതൽ കഴിക്കും, പുളിയും കൂടുതൽ കഴിക്കും, അതോടുകൂടി നല്ലതുപോലെ ഗ്യാസ് ട്രബിൾ പിന്നെയും വരും. അതുപോലെ ഈ അച്ചാറുകളെല്ലാം ഒരു കാരണവശാലും കൂടുതൽ കഴിക്കാൻ പറ്റില്ല. പേരിന് നൈസായിട്ട് കഴിക്കുന്നതല്ലാതെ, കാരണം അതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് എരിവും പുളിയൊക്കെ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ അറിയുന്നില്ലെന്നുള്ളൂ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയതുകൊണ്ട് അറിയുന്നില്ല. അപ്പം കഴിക്കുന്ന പേരിന് അച്ചാറൊക്കെ വളരെ ഇച്ചിരി പോലെ കഴിക്കാം. വളരെ കൂടുതൽ കഴിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്കൊന്നും ഈ ഗ്യാസ് ട്രബിൾ മാറുകയില്ല. വളരെ പ്രശ്നമാണ്. എപ്പോഴും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് ഒരു ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യണം. അതൊന്നും ആദ്യം നോർമലി ആവശ്യമില്ല. നോർമലി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. അതുപോലെ ഈ നെഞ്ചരിച്ചിൽ കൂടുതലുണ്ട്, ഇവിടെ പൊള്ളിക്കഴിഞ്ഞ് അൾസർ പോലെ വരും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഹോമിയോപ്പതിക് സോൾട്ടുകൾക്ക് പുറമേ ആഴ്സാൽബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, നൈട്രിക് ആസിഡ് എന്ന് അങ്ങനത്തെ 2 പ്രധാന മരുന്നുണ്ട്, 2-3 മരുന്നുണ്ട്. ഇത് നമ്മൾ 1-2 പ്രാവശ്യം ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ അൾസറിൻ്റെ അതും കുറയും, ആ എരിച്ചിലും കുറയും, ആ കുത്തിയുള്ള വേദന എല്ലാം അതിൽ നിന്ന് മാറും. ഈ അൾസറും കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ് ട്രബിളാണ്. അതുപോലെ ഗ്യാസ് ട്രബിൾ കൂടിയാലും തിരിച്ച് അൾസർ പോലെയും പിന്നെയും വരും. അത് നല്ല പെയിൻഫുൾ ആയിരിക്കുകയും ചെയ്യും, നല്ല വേദനയുള്ളേക്ക്. അത് നമുക്ക് നല്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ പോലത്തെ പെയിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. എന്നാലും പറയാം, നോർമൽ ഗ്യാസ് ട്രബിൾ വളരെ ഇറിറ്റേഷനാണ്. ഇപ്പോഴത്തെ സെഡൻറ്ററി ലിവിങ്ങിനകത്ത് ഈ ഗ്യാസ് ട്രബിൾ ഒരു വലിയൊരു പ്രശ്നമാണ് ഫുഡിൻ്റെ. അപ്പം ആഹാരം നോക്കി കഴിക്കുക, കറക്റ്റ് സമയത്ത് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് നിർബന്ധമായിട്ട് വേണം. ഫൈബർ ഉണ്ടെങ്കിലേ മലം കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ, കറക്റ്റ് രീതിയിലുള്ള മലത്തിൻ്റെ ക്വാണ്ടിറ്റി പോവുള്ളൂ. എന്നാൽ മാത്രമേ ശരിക്കും ഈ ഫ്ലോ കംപ്ലീറ്റ് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഫൈബർ, കറക്റ്റ് മധുരം, കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, അപ്പം വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഈ മിനറൽസ് കിട്ടുന്ന രീതിയിൽ വേണം ഫുഡ് കഴിക്കാൻ. അതുപോലെ കെമിക്കൽസ് ഉള്ള ഫുഡ്, ഈ പൊരിച്ച ചീത്തയായ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. എണ്ണയിൽ പൊരിച്ച കൂടുതൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത്, കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. അതുപോലെ ഈ മീനിനകത്തുള്ള കെമിക്കൽസുകൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കും. മീനിൻ്റെ കെമിക്കൽസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു മഞ്ഞളുടെ നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പറിൽ എടുത്തിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ തേച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. അപ്പോൾ അതിനകത്ത് ഫോർമാലിൻ ഉണ്ടെന്നർത്ഥം. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി സൂക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അകത്ത് പോയാൽ ഉറപ്പായാലും നിങ്ങൾക്ക് വയറിനകത്ത് ക്യാൻസർ വരെ ഉണ്ടാവും, എരിച്ചിലും ഉണ്ടാവും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം. അങ്ങനത്തെ കെമിക്കൽസ് ഉണ്ടോ അത് കഴിക്കാതിരുന്നാൽ നല്ലതാണ്. പിന്നെ ഞാൻ കിടക്കുന്ന പൊസിഷൻ ഞാൻ പറഞ്ഞത് നല്ലത് പൊസിഷനാണ്. ഇവിടെ ഒരു തലയണ വയ്ക്കുക, ഇവിടെ വയ്ക്കുക, അപ്പോൾ മുഖം ഓപ്പണായിരിക്കും, 2 കൈ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കിടക്കും വയറിനൊരു സപ്പോർട്ട് പോലെ അല്ലാതെ കിട്ടും. അപ്പോൾ അത് ദഹനത്തിന് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്യാസ് ട്രബിളിൻ്റെ പ്രത്യേകത. പിന്നെ ഈ മരുന്ന് ഹോമിയോ മെഡിസിൻ നല്ലതാണ്. ആ ബയോകെമിക്കൽ എന്ന് പറയും, അത് കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും നന്നായിട്ട് കൺട്രോൾ വരും. നല്ല ആശ്വാസം ഉണ്ടെങ്കിൽ നിർത്തുകയും ചെയ്യും, പിന്നെ കഴിക്കേണ്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി. എപ്പോഴും നമ്മൾ വയറ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ട്രബിൾ വന്ന് കുഴപ്പം ചെയ്യും. ഈ മലബന്ധം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഇളക്കാനുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഹെൽത്ത് ഫ്ലഷ് വെച്ചിട്ട് വെള്ളം, അതായത് നമ്മൾ വാട്ടർ എനിമ എന്ന് പറയും, അത് മറ്റേ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ എനിമയൊന്നും നടക്കണ്ട. ഇത് തന്നെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ മലതോരത്തിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിയാം. അത് മരം പോകുന്നതിന് മുമ്പ് അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തണുക്കുകയും അവിടെ ഇത്തിരി ചൂടായിരിക്കും, അത് തണുക്കുകയും അവിടെ ഇറുകിയിരിക്കുന്ന പതുക്കെ ഒന്ന് ലൂസാവുകയും ചെയ്യും. അപ്പോൾ അത് മലബന്ധം കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അത് വാട്ടർ എനിമയാണ്. അത് നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഏജ് ഇച്ചിരി കൂടി കഴിയുമ്പം. കാരണം നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അവസാനം വന്ന് കണ്ടൻസ് ചെയ്ത് മലമായി ഫീസസായി വന്ന് അവിടെ ഒന്ന് ലോഡ് ചെയ്ത് തിക്കായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ അറ്റം തുറന്നു കൊടുക്കുകയില്ല. അപ്പോൾ അതൊരു ഡ്രൈ ആയി ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ട് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ നമ്മളിത് മുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇത് വെളിയിൽ ഇറങ്ങി വരും, എക്സ്റ്റേണൽ പൈൽസ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞു, എരിവ് കഴിച്ചാൽ ഇൻറ്റേർണൽ പൈൽസ് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, അതൊക്കെ ഇൻറ്റേർണൽ പൈൽസാണ്. എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം ഈ മുക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഇന്ത്യൻ ക്ലോസറ്റിൽ ആക്ച്വലി ഇരിക്കാൻ പാടില്ല. കാരണം നമ്മളതങ്ങനെ ഇരിക്കുമ്പം ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ടാവാൻ ടെൻഡൻസി നല്ലപോലെ കൂടും. അതാണ് ഈ പശുവൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് പശുവിന് ഈ മൃഗങ്ങൾക്ക് പൈൽസ് വരാറില്ല. കാരണം അവരിങ്ങനെയാണ് നിൽക്കുന്നത്. അവരുടെ ഇത് മലദോരം ഇങ്ങനെ കയറുള്ളൂ, അതായത് വെളിയിൽ വരില്ല. നമ്മളിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് താഴോട്ട് ഇറങ്ങി വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് മലദോരത്തിന്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ മലബന്ധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നത് എക്സ്റ്റേണൽ പൈൽസ് പോലെ ആവും. അത് വരാതിരിക്കാൻ രാവിലെ എണീറ്റ് അത് മലം പോകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്ത് ഫ്ലഷ് വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം, തണുക്കുന്ന രീതി അടിച്ചു കൊടുക്കണം. എന്നിട്ട് പതുക്കെ വിരൽ വെച്ചൊന്ന് നൈസാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
നോർമലി മല അങ്ങ് പോകും. അങ്ങനെ നമ്മളൊന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായിട്ട് ഇങ്ങനെ നമ്മൾ ഈ മല ഇളക്കാനുള്ള മല അങ്ങനത്തെ ഒന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഒട്ടും കൊള്ളില്ല. സൈക്കിൾ മൊത്തം കറക്റ്റ് ഇതാക്കാതെ. അപ്പോൾ ഇത് നല്ലതാണ്. വാട്ടർ എനിമ എന്ന് പറയും. അത് ദിവസം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബയോകെമിക് സോൾട്സ് ഹോമിയോയുടെ ഉണ്ട്, നല്ല എഫക്റ്റീവാണ്. കഴിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നിർത്തുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് നല്ല റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വേറെ കുറേ കാരണങ്ങൾ കൊണ്ട് ഗ്യാസ് ട്രബിൾ വരും. ഇപ്പോൾ ഉദാഹരണം പാൻക്രിയാസിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതിനൊക്കെ പക്ഷേ അതിനെല്ലാം സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുഴപ്പം. അപ്പോൾ നോർമലി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആഹാരം കറക്റ്റ് സമയത്തിന് കഴിക്കുക, എരിവും പുളിയും കഴിയുന്നതും കുറച്ച് കഴിക്കുക. അതുപോലെ തന്നെ പിന്നെ ചിലർ ഈ ചായയും കാപ്പിയും ഒരുപാട് കുടിക്കും. ചായക്കകത്ത് പ്രത്യേകിച്ച് കളറുണ്ട്. ആ കളർ കേടാണ്. ചായ കളേർഡാണ്. ഇപ്പോൾ എല്ലാ ചായയും കളേർഡാണ്. ഗ്രീൻ ടീയും വേറെ കുഴപ്പമാണ്. ആ ഗ്രീൻ ടീ അല്ല ഈ പറയുന്നത് അല്ലാതെ. അപ്പോൾ നോർമലി ചായ കളറാണ്. കോഫിക്കകത്ത് കളറില്ല. 1-2 കോഫിയോ 1-2 ചായ കുടിക്കുന്ന കുഴപ്പമില്ല. കൂടുതൽ കഴിച്ചാൽ ആ കറ പോയി വയറിൽ ഇതേപോലെ ഇൻഡൈജഷൻ ഉണ്ടാക്കും, ഗ്യാസ് ട്രബിൾ കൂട്ടുകയും ചെയ്യും. അപ്പോൾ നോർമലായിട്ടുള്ള ഫുഡ്, അപ്പോൾ നമ്മൾ ആ പറഞ്ഞതുപോലെ ഫൈബർ കിട്ടുന്നതും മധുരം അതുപോലെ തന്നെ പ്രോട്ടീൻ കിട്ടുന്ന എല്ലാ സാധനവും കറക്റ്റായി കഴിച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ അടുത്തൊരു ഡിസീസായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും.